പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കനൂ ഫീഹി. അവനത്തെ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ശാന്തമായി കഴിയത്തക്ക വിധവും പകലിനെ വെളിച്ചവുമുള്ളതുമാക്കി തന്നത്. തീർച്ചയായും കേട്ടു മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവാണ് നിങ്ങൾക്ക് രാത്രിയെ ശാന്തമായി കഴിയാൻ തക്കവണ്ണമാക്കിയത്. മനസ്സിലായി? രാത്രി സമാധാനമാണ് അല്ലേ? രാത്രിയിൽ നമുക്ക് ശാന്തി നുകരുന്ന ഒരു സമയമാണ് രാത്രി. നിശബ്ദത അല്ലേ? മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും, ഒരു നിശ്ചിത ജീവജാലങ്ങൾ ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക ജീവജാലങ്ങളും വിശ്രമിക്കുന്ന രാത്രിയാണ് അല്ലേ? ഇപ്പോഴേ പല മാടുകളൊക്കെ കാട്ടുപന്നികൾ വെച്ച് ബാക്കിയൊക്കെ ഭക്ഷണം വിശ്രമിക്കുന്നത് ഒക്കെ രാത്രിയിലാണ്. ചില ജീവികൾ രാത്രി ഇടതേടുന്ന ജീവികളുണ്ട് അല്ലേ? നമ്മുടെ പൂച്ചകളൊക്കെ ചിലപ്പോൾ രാത്രി, വളർത്തു പൂച്ചല്ലാത്തകളൊക്കെ, മറ്റു പൂച്ചകളൊക്കെ രാത്രി ഇടതേടാൻ പോകുന്ന നായ്ക്കൾ, ചിലരൊക്കെ രാത്രിയിൽ ഇടതേടും. കുറുക്കന് ഇവിടെയൊക്കെ രാത്രി ഇടതേടും. ബാക്കിയൊക്കെ അധികം പകലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പകല് ജോലിക്ക് പോകും, രാത്രി വീട്ടിൽ കൂടാനും. രാത്രിയിൽ നമുക്ക് ഒരു സമാധാനമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനുമൊക്കെ ഒരു വിശ്രമം, നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ പകലിപ്പം ഞാനൊക്കെ സെക്യൂരിറ്റി പണിക്കാരനാണ്. അപ്പോൾ പകല് എങ്ങനെയായാലും കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ ബെല്ലടിക്കും, അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങൾ കേൾക്കും. എൻ്റെ മുറിയിലൊക്കെ ജനാലിന് 1-2 കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും അത് വെളിച്ചം മുറിയിലേക്ക് വരും. എങ്ങനെ ഉറങ്ങിയാലും നമ്മളൊരു ഇരുണ്ട മുറി ഉണ്ടാക്കി ഉറങ്ങിയാലും ആ രാത്രി കിടക്കുന്ന സുഖം കിട്ടില്ല ഒരിക്കലും. രാത്രി തന്നെ തണുപ്പാണ്. അതുപോലെ തന്നെ സകല ജീവജാലങ്ങളും, കാക്കകൾ, കിളികളും ഒക്കെ രാത്രിയിൽ ഉറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവരുടെ കളകൂചനങ്ങളൊന്നും കേൾക്കില്ല. നമ്മൾ സമാധാനത്തിൽ ഉറങ്ങാം. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ഫോണിൽ, ശബ്ദങ്ങൾക്കനുസരിച്ചത് അതിൻ്റെ ഗ്രാഫുകളും മുകളിലേക്കും താഴോട്ടും പോയിക്കൊണ്ടിരിക്കും. ആ ആപ്ലിക്കേഷൻ നമ്മൾ കേട്ടിക്കഴിഞ്ഞാൽ രാത്രിയിൽ അത് നല്ല പ്രകടനം കാഴ്ചവെക്കും. കാരണം രാത്രിയിൽ ശരിക്കും 0 ആയിട്ട് കാണിക്കും ഈ ഗ്രാഫുകൾ. പകൽ സമയത്ത് എങ്ങനെ ആയാലും അത് നമ്മളൊന്നും മുന്നിട്ടില്ലെങ്കിലും അതിലൊരു 5 ഡെസിബിൾ കാണിച്ചുകൊണ്ട്. കാരണം മറ്റ് ശബ്ദങ്ങൾ, പലവിധ ശബ്ദങ്ങൾ, വാഹനങ്ങളുടെ ശബ്ദങ്ങളൊക്കെ. അതുപോലെ നമ്മൾ പാട്ട് കേൾക്കും. രാത്രി പാട്ട് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? രാത്രി ശബ്ദമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. പണ്ട് നമ്മളെല്ലാവരും കൂടി സോളിഡാരിറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, രാത്രി സമയത്ത് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കാറിലൊരു പാട്ട് വെച്ചിരുന്നു. ആ പാട്ടിന് എന്തെന്നില്ലാത്തൊരു ഈണവും മധുരവും ഒക്കെ തോന്നി. കാരണം രാത്രി ആയതുകൊണ്ട്. പിന്നെ അത് പകൽ വെച്ചപ്പോൾ അത് കിട്ടില്ല. കാരണം രാത്രിയുടെ ആ നിശബ്ദതയിൽ എന്തും കേൾക്കാൻ നമുക്ക് സുഖകരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇണയുമായി ഇണ ചേരുന്നത് രാത്രിയിലാണ്. കാരണം ആരും കാണുന്നില്ല എന്നുള്ളൊരിതും, പിന്നെ നമുക്ക് തണുത്ത ശരീരത്തിന് തണുപ്പ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചൂടാഗ്രഹിക്കുന്ന സമയത്താണ് നമ്മൾ ഇണ ചേരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും രാത്രി നമുക്ക് ഒരു വിശ്രമ വേളയാക്കിയിട്ടുണ്ട്. അതുപോലെ രാത്രി നമ്മൾ സുഖമായി കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് രാവിലെ നമുക്ക് ഉഷാറോടുകൂടി എണീക്കാൻ കഴിയുകയും ചെയ്തത്. അതുപോലെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാത്രി നേരത്തെ കിടന്നുറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുമെന്നാണ് പ്രവാചകൻ്റെ കൽപ്പന. ഇഷാ കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരിക്കരുത്, കിടന്നുറങ്ങണമെന്നാണ് പ്രവാചകൻ്റെ കൽപ്പന. അത് നമ്മൾ പിന്തുടരുക. രാവിലെ നേരത്തെ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കുക. ഇതൊക്കെ നല്ല നല്ല ശീലങ്ങളാണ്. അത് നല്ല. അപ്പോൾ ഹൈന്ദവ വിശ്വാസികളും മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറയും. മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക രാവിലെ നേരത്തെ. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ മനസ്സും ബുദ്ധിക്ക് കുളിർമയും ബുദ്ധിക്ക് വളർച്ചയും ഒക്കെ ലഭിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പിൻപറ്റി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പകൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി അള്ളാഹു വെളിച്ചം നൽകി. പല വെളിച്ചം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മളിപ്പോൾ
സൂചി ചിലപ്പം മെഷീനിലെ സൂചി നോക്കാൻ നോക്കുമ്പം പകൽ സമയത്താണ് അത് വളരെ എളുപ്പത്തിൽ ഞാൻ കോർത്തു. രാത്രിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പകൽ സമയത്ത് നമുക്ക് എന്ത് ജോലി ചെയ്യാനും ഒക്കെ ഇപ്പോൾ പകലാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. രാത്രി നമുക്ക് കഴിയില്ല, കാരണം രാത്രി പകലിൻ്റെ അത് കിട്ടൂല. എങ്ങനെയാലും രാത്രി നമുക്ക് അധികം ശബ്ദമുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല. ശബ്ദമുള്ള ജോലി അപ്പം അയൽവാസികൾ പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ വോൾട്ടേജ് ഉണ്ടാവില്ല, പലവിധ പ്രശ്നങ്ങളാണ്. അപ്പോൾ ജോലി ചെയ്യാൻ അല്ലാഹു നമുക്ക് പകലിൽ നൽകി. രാത്രി നമുക്ക് വിശ്രമിക്കാം, രാത്രി കൂടണയാം. അതുപോലെ തന്നെ നമ്മൾ ജോലികളൊക്കെ കഴിയുന്നതും പകൽ സമയത്ത് ചെയ്യുന്ന ജോലികൾ തിരഞ്ഞെടുക്കുക. രാത്രി സമയത്ത് ജോലി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സമൂഹത്തിൽ ചിലപ്പോൾ രാത്രിയിൽ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷേ നമ്മൾ കഴിയുന്നതും നമ്മൾ വിശ്വാസികൾ പകൽ സമയത്ത് ജോലി തീർന്ന് വൈകുന്നേരം ആകുമ്പോഴത്തെ ജോലി തീർന്ന് കൂടണയുന്ന വീട്ടിലെത്തുന്ന ആ ജോലി നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുക. പകലിൻ്റെയും രാത്രിൻ്റെയും മാത്രം നമ്മൾ മനസ്സിലാക്കി അത് നൽകി അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.